നമസ്തേ. ഇന്ന് ദുഃഖവെള്ളി. ഇന്നൊരു ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ ശ്രമിക്കാം. കരോക്കെ വെച്ചാണ് പാടുന്നത്. കരോക്കെ എങ്ങനെയാണ് കരോക്കെ യൂസ് ചെയ്തതെന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു മൊബൈൽ കരോക്കെ വെച്ച് മറ്റൊരു മൊബൈൽ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. തന്നെയല്ല, ഇയർഫോൺ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് ഫോണിൽ നോക്കി പാടുന്നു. ദാറ്റ്സ് ഓൾ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴി നീ അഭയമരുളൂ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇതിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു മൊബൈൽ വേണമെങ്കിൽ യേശുദാസ് പാടുന്ന പാട്ട് നമുക്ക് ഇയർഫോൺ വഴി കേട്ടുകൊണ്ട് പാടാം. അത് മറ്റൊരു ടെക്നിക്കാണ്. അത് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് പറയുന്നു. അതിവിടെ അതൊന്നും സമയം കിട്ടിയില്ല. ഒരു ലൈറ്റിംഗ് പോലും നടത്തിയിട്ടില്ല. ജസ്റ്റ് ഈ മുറിയിലെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. സമയം രാത്രി 10 മണി. ഈ സമയത്ത് വണ്ടികളുടെ ശല്യമൊന്നുമില്ല. അടുത്ത് വാഹനങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. റൂം എപ്പോഴും വളരെ ബന്ദോബസ്തായിട്ട് സൗണ്ട് പ്രൂഫ് ആക്കി വെക്കുന്നത് ഏറ്റവും നല്ലത്. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി. ബലിദാനമായി ഇതാ തിരുജീവനേകിനി. കേഴുന്നു ഏകാകി ഞാൻ, നാഥാ നീ കനിയില്ലയോ. കണ്ണീരും തൂകുന്നിതാ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ.